ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ പ്രഭാത മണ്ണിലേക്ക് എല്ലാ ദൈവജനത്തെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ഇവാഞ്ചലിസ്റ്റ് ഷൈജു ജോർജ്. ഞാൻ എലന്തൂർ സഭയിൽ നിന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. പ്രിയ ദൈവജനമേ, ഇന്നത്തെ നമ്മുടെ വിഷയം നേരിട്ട് സമ്മതിദായകരിലേക്ക് എന്നാണ്. അതിന് കുറിവാക്യമായി എഫെസ്യർ 2:19-20 എന്നീ വാക്യങ്ങളാണ് ഞാൻ വായിക്കാം. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നുവെന്ന്. പ്രിയജനമേ, ഈ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമത്രേ. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആമേൻ തൻ്റെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമായിട്ടാണ്. നമ്മൾ അന്യരും പരദേശികളുമല്ല എന്നും മാത്രമല്ല, ക്രിസ്തു യേശു തന്നെ നമ്മുടെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവം നമ്മളെ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ ക്രിസ്തു മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ നമ്മളെ പണിതിരിക്കുന്നു എന്ന് കാണുന്നു. അങ്ങനെ നമ്മൾ അമേരിക്കയിലേക്ക് നോക്കുകയാണെങ്കിൽ 3-2 അമേരിക്കക്കാരുടെ അവരുടെ ചില വാർത്തകൾ സോഷ്യൽ മീഡിയ വഴിയാണ് ലഭിക്കുന്നതെന്ന് സമീപകാല റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തി. അതായത് രാഷ്ട്രീയക്കാരൊക്കെ നേരിട്ട് ജനങ്ങളെ കണ്ട് സംസാരിക്കാൻ അവർക്ക് സമയമില്ല. പക്ഷേ അവർ സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കുമ്പോൾ അങ്ങനെയാണ് ജനം ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുന്നതും. നിരവധി സെനറ്റുമാരും പ്രതിനിധികൾ ഇതിനകം തന്നെ തങ്ങളുടെ പ്രചാരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് സംപ്രേഷണം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് നാം കാണാൻ കഴിയും. അതുപോലെ പാപനിമിത്തം ദൈവവുമായിട്ടുള്ള ബന്ധം മനുഷ്യൻ്റെ നഷ്ടപ്പെട്ടു പോയി. ആശയവിനിമയം ശരിയായ രീതിയിൽ നടക്കപ്പെടാത്ത കാലഘട്ടത്തിൽ ദൈവം പ്രവാചകന്മാരെ തിരഞ്ഞെടുത്ത് അവരിലൂടെ തൻ്റെ സന്ദേശം ജനത്തിന് അറിയിക്കുവാൻ ഇടയായി എന്ന് നാം കാണുന്നു. അതുപോലെ ആശയവിനിമയത്തിൻ്റെ വഴി തുറക്കുമ്പോൾ ചില പ്രവാചക സന്ദേശങ്ങൾ എഴുതപ്പെടുകയും തിരുവെഴുത്തുകളായി അത് മാറുകയും ചെയ്തു. ഉദാഹരണമായിട്ട് 2 പത്രോസ് 3:16 അതുപോലെ മറ്റു പ്രവചന സന്ദേശങ്ങൾ അല്ലെങ്കിൽ അവ നഷ്ടപ്പെടുകയോ ചെയ്തു എന്ന് കാണുന്നു. കൊലോസ്യർ 4:16 അതുപോലെ എല്ലാ സന്ദേശങ്ങളും നൽകിയത് വിശുദ്ധന്മാരെ യഥാസ്ഥാനപ്പെടുത്താനുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കുമാകുന്നുവെന്ന് ഇവിടെ പറയുന്നു. അതായത് ദൈവം നമുക്ക് അതത് സമയത്ത് സന്ദേശങ്ങൾ തൻ്റെ പ്രവാചകന്മാരിലൂടെ നൽകുന്നത് സഭയുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടിയും ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയായ നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ തലയോളം വളരുവാൻ വേണ്ടിയാണ്. എന്നിരുന്നാലും ആത്മീയ വർധനം അല്ലെങ്കിൽ സ്വഭാവ വളർച്ച ആളുകളെ സഭയിലേക്ക് ആകർഷിച്ചിട്ടുള്ളതാണെന്നാണ് ഇവിടെ നാം കാണുന്നത്. സഭയുടെ ദൗത്യം നിർവഹിക്കുന്നതിന് അംഗങ്ങൾ പുറപ്പെട്ടു പോയി സ്നേഹപൂർവ്വം സുവിശേഷം അറിയിച്ചുകൊണ്ട് അത് നിറവേറ്റതുണ്ട്. കർത്താവിൻ്റെ ലാസ്റ്റ് കമ്മീഷൻ നമുക്കറിയാമല്ലോ. ലോകത്തിലേക്കും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവാൻ ദൈവം ആഹ്വാനം ചെയ്തിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഈ എല്ലാവരും യേശുവിൻ്റെ സന്ദേശം അറിയുകയും ശിഷ്യത്വം പ്രാപിച്ച് ക്രിസ്തീയ വഴികളിലേക്ക് ആളുകൾ വരികയും ചെയ്യുകയുള്ളൂ നാം കാണുന്നു. ഒരു പക്ഷേ മിഷണറി യാത്രകളുടെ ആസൂത്രണം പോലും ദൈവം പ്രവാചകന്മാരിലൂടെ ഉണ്ടാക്കിയതാണെന്ന് നാം കാണുന്നു. കാരണം പൗലോസിൻ്റെയും കൂട്ടാളികളുടെയും കാര്യം നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കാൻ കഴിയും. അതായത് അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ഷീമോൻ, കുറേനക്കാരായ ലുക്യോസ്, ഇടയപ്രഭുവായ ഹെരോദോവിനോട് കൂടെ വളർന്ന മനായേൽ, ഷൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. എന്നാൽ അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവോട് ഇടപെട്ടിട്ട് പറഞ്ഞു, ഞാൻ ബർന്നബാസിനെയും ഷൗലിനെയും വിളിച്ചിരിക്കുന്ന വിലക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞുവെന്ന്. അങ്ങനെ ദൈവം ഏത് വേലക്കായി മിഷണറി പ്രവർത്തനത്തിനായി അവരെ വിളിച്ചിരിക്കുന്നു. ദൈവം അവർക്ക് ചില സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള നിയോഗം നൽകി. അങ്ങനെ അവർ കടന്നുപോയത് കൊണ്ട് അവിടെ എല്ലാ സഭകൾ തുടക്കമിടുവാനിടയായി. അപ്പോൾ അവിടെ ഈ മിഷണറി യാത്രയ്ക്ക് പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ടായിരുന്നു. അപ്പോൾ പ്രിയ ദൈവജനമേ, ദൈവം നമ്മളെ തൻ്റെ സഭയായി നമ്മളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമുക്ക് ദൈവം നൽകുന്ന നിയോഗപ്രകാരം നമ്മൾ ഇതുപോലെ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കണം. ദൈവം ഈ അപ്പോസ്തല പ്രവൃത്തികൾ 13 പറഞ്ഞിരിക്കുന്ന പോലെ തൻ്റെ ദാസന്മാരെ ബർന്നബാസിനെയും ശൗലേസിനെയും പൗലോസിനെയും എന്ത് വിലക്കായിട്ട് വിളിച്ചു അതിനായി വിളിച്ച് വേർതിരിക്കാനായിട്ട് പറഞ്ഞു. അവരെ അയക്കേണ്ടടുത്ത് അയച്ചു മിഷണറിയായി.
അങ്ങനെ അനേക സഭകൾ വിവിധ സ്ഥലങ്ങളിൽ രൂപീകരിക്കുവാനിടയായി. അതുപോലെ നമുക്കും ദൈവത്തിനോട് ഈ പ്രയോഗത്തിൽ വരുത്തുക. അതായത് നിങ്ങളുടെ സഭയിൽ മിഷണറിമാർക്ക് നിർദ്ദേശത്തിനായി പ്രാർത്ഥിക്കുക എന്നാണ് പറയുന്നത്. അതായത് നമ്മളും നമ്മുടെ സഭയിലുള്ളവർ ദൈവത്തിൻ്റെ വേലയ്ക്കായി കടന്നു പോകേണ്ടതിന് മിഷണറി പ്രവർത്തനത്തിനായി കടന്നു പോകേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നതായ സഹോദരൻ ഡേവിഡ് സ്കറിയ USA അദ്ദേഹത്തിനും, ഏലിയാമ്മ കുമ്പളാമ്പൊയ്കയിലുള്ള സഹോദരിക്കും, അതുപോലെ മറിയാമ്മ സഹോദരി തണ്ണിത്തോടിലുള്ളവർക്കും ദൈവനാമത്തിൽ ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ വചനത്തിൽ ഞങ്ങൾക്ക് വായിക്കുവാനിടയായല്ലോ. കർത്താവേ, സ്തോത്രം. ഞങ്ങൾ ഇന്ന് രാവിലെ കേട്ട മന്ന നേരിട്ട് സമ്മതിദായകരിലേക്ക് എന്നുള്ള വിഷയത്തിന് ആസ്പദമായി കർത്താവേ, ആമേൻ. ദൈവമേ, ദൈവമായിട്ടുള്ള നല്ല ബന്ധം പാപനിമിത്തം മനുഷ്യന് നഷ്ടപ്പെട്ടു പോയപ്പോൾ ദൈവം പ്രവാചകന്മാരിലൂടെ ജനത്തോട് സംസാരിച്ചു. അങ്ങനെ നീ നിന്റെ സഭയെ കെട്ടിപ്പണിതതായിട്ട് ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞു. കർത്താവേ, ചില വേലയ്ക്കായി ചിലരെ ദൈവം വേർതിരിച്ച് അവരെ ചില രാജ്യങ്ങളിലേക്ക്, സ്ഥലങ്ങളിലേക്ക് അയച്ച് നിന്റെ സുവിശേഷം അറിയപ്പെടാത്ത മേഖലകളിൽ അനേകരുടെ കണ്ണുകൾ തുറക്കുവാൻ ദൈവം ഉപയോഗിച്ചതുപോലെ ദൈവം ഇനിയും കർത്താവെ അങ്ങയുടെ നിത്യസുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത മേഖലകളിലേക്ക് സുവിശേഷവാഹകരായി ഞങ്ങൾ ഓരോരുത്തരെയും നിയോഗം നൽകി അയക്കണമേ. ഞങ്ങളുടെ ദൈവത്തിൻ്റെ രാജ്യം അവിടെ സ്ഥാപിക്കപ്പെടണം. നിന്റെ കർത്താവെ ഇഷ്ടം അവിടെ നിറവേറപ്പെടണം. പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന 3 വ്യക്തികളെയും ദൈവം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവരെ അനുഗ്രഹിക്കണം. അവർക്ക് ആവശ്യമായ നല്ല കർത്താവെ ആത്മീയ, ഭൗതിക, സാമ്പത്തിക നന്മകളെ കൊടുക്കണം. ഈ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമാക്കി തീർക്കണം. ഇന്ന് വചനം കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കണം. ആരെങ്കിലും രോഗത്തിലുള്ള പ്രയാസത്തിലായിരിക്കുന്നെങ്കിൽ അവർക്ക് ദൈവത്തിൻ്റെ ആമേൻ അദൃശ്യകര അവരെ തൊട്ട് അവർക്ക് സൗഖ്യവും വിടുതലും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടനായ സ്തോത്ര യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.